ഒരമ്മയാണ് ഈ മാതാശ്രീ. പോരെ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിഫറെൻ്റ് ആണല്ലേ. അപ്പം ഞാൻ വീഡിയോ ഒക്കെ ഓൾറെഡി എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ എടുത്തിട്ടില്ലെന്നുള്ള കാര്യം ഓർക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ഇൻട്രോ. സോ ഇന്നൊരു ഈവനിങ് ഡേ വ്ലോഗാണ്. അമ്മയുടെ വീട്ടിലൊരു ഈവനിങ് മുതൽക്ക് നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരൂ. ഇതാണ് ഇവിടുത്തെ വൈകുന്നേരത്തെ കാഴ്ച എന്ന് പറയുന്നത്. എല്ലാ കുട്ടിപ്പട്ടാളം കൂടെ വന്നിട്ട് ഓനെ പൊതിയും. ഓരോ കുട്ടികളെയും ചേച്ചിമാരെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലോണം ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര ജാടയിലാണ്. ചിരിക്കാനോ കളിക്കാനോ ഒന്നും റെഡിയല്ല. അവർ നല്ലോണം ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കൂല എന്ന് എഴുതി ഒന്ന് ചിരിച്ചു പോലും കൊടുക്കണില്ല. എനിക്ക് തോന്നുന്നു ഓൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുള്ള ആ ഒരു മൂഡിലാണെന്ന്. ഒന്നും ഭയങ്കര ഗൗരവത്തിൽ ആരോടും ഇവിടുന്ന് പോയി വരുന്നത് വരെ ചിരിച്ചിട്ടൊന്നും ഭയങ്കര ജാട കീപ്പ് ചെയ്ത് അങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പാടത്തേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും പോരാ, രസമല്ല എല്ലാവർക്കും കൂടെ ഞങ്ങളുടെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോകാൻ മതി. അങ്ങനെ ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങുന്ന നേരത്താണ് ഈ യെല്ലോ നൈറ്റ് ഇട്ട ചേച്ചിയാണ് എൻ്റെ അമ്മയുടെ കളിക്കൂട്ടുകാരിയാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും താഴത്തേക്ക് പോകുമ്പോൾ ചേച്ചി ഇതുപോലെ കുടം കൊണ്ട് വരും, വെള്ളം കൊണ്ട് വരും. അപ്പോൾ എന്നും ഓനാ വെള്ളത്തിൽ കളിക്കാറുണ്ട്. ഇന്ന് വെള്ളത്തിലും കളിക്കാൻ തയ്യാറല്ല, അത്രയും ജാട പിടിച്ച് കളിക്കുകയാണ്. ചേച്ചി കുറേ ശ്രമിച്ചു നോക്കുന്നുണ്ട്, കൈയിടുണ്ടോ. പക്ഷെ ഓന് ഇവിടെ വെള്ളത്തിലൊന്നും ഞാൻ കൈയിടില്ല, ഞാൻ ഭയങ്കര ജാടയിലുള്ള ആളാണെന്ന് ഇന്ന് എന്നുള്ള രീതിക്കാണ് ഓൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പാടത്തേക്ക് ഇറങ്ങി. ഇതിൻ്റെ സൈഡിലൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുളത്ത് പണ്ട് ഞങ്ങൾ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആകെ ഇങ്ങനെ വൃത്തിയില്ലാതെയായി. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ല ഒതുക്കുള്ളൊരു കുളമായിരുന്നു. ഇപ്പം ആകെ കുളമായി കിടക്കുന്ന ഒരു കുളമാണത്. അപ്പോൾ ഈ കാണുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പാടം എന്ന് പറയുന്നത് എൻ്റെ അമ്മമ്മയുടെ പ്രോപ്പർട്ടി കേട്ടോ. എൻ്റെ അമ്മമ്മയുടെ ആണ്. ദാറ്റ് മീൻസ് അമ്മയ്ക്കും മാമയ്ക്കുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ മാമ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു LKG UKG 1ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് മാമ പൂള, അതുപോലെ തെങ്ങ്, വാഴ, കവുങ്ങ്, അതുപോലെ തന്നെ കൈക്കറിയായിട്ട് നമ്മളെ മത്തൻ, കുമ്പളങ്ങ അങ്ങനെയൊക്കെ മാമ ഇപ്പോൾ കുഴിച്ചിട്ടിട്ട് മാമ റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ഈ കാണുന്ന വിശാലമായ പാടാണ് എൻ്റെ അമ്മയുടെയും അമ്മമ്മയുടെ. അപ്പോൾ ഇപ്പോൾ മാമ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഇടയ്ക്കൊക്കെ എപ്പോഴൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ നടക്കാൻ ഇറങ്ങുകയൊക്കെ ചെയ്യും. നല്ല രസമാണ് വൈകുന്നേരത്ത് അവിടെ പോയി ഇരിക്കാനും കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ. അപ്പോൾ ചെക്കനെയും കൊണ്ടിങ്ങനെ പോകുമ്പോൾ ഒരു രസമല്ലേ നേതി ഇടയ്ക്ക് ഞങ്ങൾ അങ്ങനെ പോകാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിലേക്ക് പോകണം. മറ്റു കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എല്ലാവരും കൂടെ ബാക്കിൽ വരുന്നുണ്ട്. ഞാനങ്ങനെ ഫ്രണ്ടിൽ നടന്നു പോകണം. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന വീടാണ് എൻ്റെ മാമൻ്റെ വീട്. ഈ കാണുന്നല്ല, ഈ കാണുന്ന വീടാണ് എൻ്റെ മാമൻ്റെ വീട്. പുതിയ വീട്, മാമൻ്റെ പുതിയ വീടാണിത്. അപ്പുറത്ത് കാണുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ അമ്മമ്മേൻ്റെ വീട്. അവൻ്റെ വീടിൻ്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല, ഉള്ളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പരിപാടി? എന്തിന് പറ. എന്ത് കഴിക്കാൻ? നമ്മളെന്താ ഉണ്ടാക്കണം പറ. അതിന് കാണാല. ആ, കശുവണ്ടി അല്ലേ? എന്താണ്? ദേദി കാണുന്ന സാധനം വറക്കാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ. വറക്കുക ഇൻ ദ സെൻസ് ചുട്ട് കഴിക്കുക. അതിന് നമ്മുടെ നാട്ടിലൊക്കെ പറങ്കാണ്ടി എന്നൊക്കെയാണ് പറയാം. ചില നാട്ടിൽ കശുവണ്ടിന്നും അങ്ങനെയൊക്കെ പറയും. കാഷ്യൂ നട്ട്സ് അത് ചുട്ട് കഴിക്കുക നമ്മൾ പണ്ടൊക്കെ ചെയ്യുമായിരുന്നില്ലേ. അപ്പം അത് നമുക്ക് കുറേ പാടത്ത് കുറച്ച് കാഷ്യൂ നട്ട്സ് കിട്ടിയിട്ട് അത് ചുട്ട് കഴിക്കാനുള്ള തീയും പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മറ്റേ ചെകിരിമയ്ക്ക് അത് ഞാൻ ആരെടുത്തോ കൊടുത്തല്ലോ. ആരെടുത്ത മീനു നേരത്തെ
വിച്ചോ വിച്ചുനെ ആരെടുത്തന്നെ അതാ ദേഷ്യം വരുന്നുണ്ടാ. അപ്പോൾ ആ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞു. വിളക്കൊക്കെ കൊളുത്തി പോയി കഴിഞ്ഞപ്പോഴേക്ക് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫൈനലി വളരെ സാഹസികമായി ചുട്ടെടുത്ത കാഷ്യൂസ്. കൈ പൊള്ളണില്ലേ? ആണ് കൈ പൊള്ളണില്ല. പ്യുർ കാഷ്യൂ. അടിപൊളിയല്ലേ? ഇനി മേല് കഴുകണ്ടേ? മേല് കഴുകണ്ടേ? പാപ്പ കഴിക്കണ്ടേ? നിങ്ങള് മേല് കഴുകിയോ? മേല് കഴുകിയോ? കഴുകിയിട്ടില്ല. എന്താ കഴുകാത്തു? ആ കുട്ടീന്റെ അവിടെ പണിയെടുക്കണം. കുട്ടിയെ പറഞ്ഞിട്ട് വേണം. ഇതിന് നമുക്ക് മേല് കഴുകിക്കാം. മേല് കഴുകി കൊടുക്കും മോള് കുട്ടി. ഇതാണ് വാഴപ്പിണ്ടി, ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയും. എത്ര പേര് ഇത് ഉപ്പേരി വെച്ച് കഴിക്കലുണ്ടെന്ന് അറിയില്ല. ഞങ്ങളെ വീട്ടില് ഇതാ ഇത് ഉപ്പേരി വെച്ച് കഴിക്കാറുണ്ട്. വാഴയുടെ ഒരു ഭാഗം പോലും ഇവിടെ വേസ്റ്റ് ആക്കാറില്ല. കണ്ടോ? കൂട്ടലില്ലേ? ഉണ്ടോ? വിച്ച് മേല് കഴുകിയോ? അതാ മേല് കഴുകിയോ? നീ പോയി മേമ മേലാക്കിക്കോട്ടെ. ബൈതു വാ അമ്മ. മാമനും മോനുമാണ് ഗൈസ്. മാമ വന്നു, കുട്ടി, മാമയും കുട്ടി. മാമനും കുട്ടിയും. അപ്പോൾ ഇന്നത്തെ നൈറ്റിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല പൂളയും മീൻകറിയും ചമ്മന്തിയാണ്. അതൊക്കെ കഴിച്ചിട്ട് ഞാനും ചെറിയൊരു വാക്കിങ്ങിന് ഉള്ളാൻ വേണ്ടി ഞങ്ങള് നടത്തിക്കും. ലൂക്കിനെ കിട്ടാത്ത പാച്ചിലാവും. പോയില്ലേ? എന്താ പരിപാടി? വെറുതെ ഇരിക്കുകയാണ്. ലൂക്ക ഫുഡ് കഴിച്ച് ശൂശു മുള്ളാൻ വേണ്ടി വന്നതാ. ലൂക്ക് പിന്നെ കൊഞ്ചലും കൊണ്ണിയലും വളരെ കൂടുതലാണ്. ഒന്നാമത് ഇപ്പൊ കുട്ടി ഉണ്ടായതുകൊണ്ട് ലൂക്കനെ കുറെ ഒന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ അപ്പൊ അവന് അല്ലാണ്ട് മറ്റേത് അവന് അകത്തൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളങ്ങനെ അകത്തൊന്നും കേട്ടിട്ടില്ല. അപ്പൊ ഒരു ഭയങ്കര കൊണിച്ചിലിന്റെ ആളാണ്. ഇപ്പൊ ആരെ കണ്ടാലും കൊണ്ടിയോണെന്ന് പറയേണ്ടി വരും. പോരെ? അതുപോലെ തന്നെ രാത്രിയായ ഇവിടെയുള്ള പ്രധാന കാഴ്ചയാണ് സീരിയൽ. എൻ്റെ അമ്മമ്മ ഒരു സീരിയൽ അഡിക്റ്റ്. അപ്പൊ വൈകുന്നേരം ഇതാണ് പരിപാടി. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഫോൺ ഇതുപോലെ മറന്നു വെച്ചിട്ട് സൊയിലും കെടുത്തിട്ട് വിളിക്കുക എന്ന് പറഞ്ഞ് നടക്കണ ഒരു വ്യക്തി പ്രപഞ്ചത്തിൽ ഒരു പോരാളി ഉണ്ടോ? എന്നാ ഇവിടെ ഉണ്ട്. കണ്ടോ? കറക്റ്റ് അല്ലേ കുട്ടി ഞാൻ പറഞ്ഞത്? 100% സത്യം. നീ എവിടുന്ന് എവിടെയെങ്കിലും അടിക്കും. കണ്ടോ? അടിക്കണ്ട ഇവിടെ എവിടെയോ ഇതിനിടയിൽ എവിടെയോ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട. എന്നിട്ട് ഇങ്ങനെ തരയും. അതാണ് എൻ്റെ ഒരേ ഒരു അമ്മ. ഒരേ ഒരു അമ്മയുള്ളൂ. അതാ ആ ഒരു അമ്മയാണ് ഈ മാതാശ്രീ അജിതകുമാരി പി. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ നേരായി കടന്നു. കുഞ്ഞാപ്പി ഓൾറെഡി ഉറങ്ങി. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു ഈവനിങ് മുതൽക്ക് നൈറ്റ് വരെയുള്ള ഒരു കുഞ്ഞു ഡേ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ബൈ.